الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. قال الله تعالى في كلامه العزيز: اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ വരവിനെയും നമ്മുടെ ഈ ഇരിപ്പിനെയും പൂർണ്ണമായി കബൂൽ ചെയ്യുമാറാകട്ടെ. ലോകം മുഴുവനും നമുക്കും ലോകത്തിന് മുഴുവനും ഹിദായത്ത് ലഭിക്കാൻ ഒരു സബബായി അല്ലാഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂട്ടലിനെയും നമ്മുടെ ഈ സമ്മേളനത്തെയും അതിനുവേണ്ടിയുള്ള മുഴുവൻ പരിശ്രമങ്ങളെയും അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ പരിശുദ്ധമായ ദീൻ സമ്പൂർണ്ണമായ ദീനാണ്. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്: അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി. ഇന്ന് നിങ്ങൾക്ക് ഞാൻ എൻ്റെ ദീനിനെ കാമിലാക്കി പൂർത്തിയാക്കി തന്നിരിക്കുന്നു. എൻ്റെ നിഅമത്തുകളെ നിങ്ങൾക്ക് സമ്പൂർണ്ണമാക്കി തന്നിരിക്കുന്നു എന്ന് അല്ലാഹു തആല നമ്മളോട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദീൻ പരിശുദ്ധമാണ്, ദീൻ കാമിലാണ്, സമ്പൂർണ്ണമാണ്. അതിലൊന്നും കൂട്ടിച്ചേർക്കാനില്ല, അതിൽ നിന്നൊന്നും ഒഴിവാക്കാനുമില്ല. മനുഷ്യൻ്റെ പ്രകൃതിക്ക് എന്താണോ ആവശ്യം അതെല്ലാമാണ് ദീൻ നമ്മളോട് പറയുന്നത്. മനുഷ്യൻ്റെ സർവ്വതോന്മുഖമായ പുരോഗതിക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, നമ്മളോട് നിർദ്ദേശിക്കുന്നുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം അവൻ്റെ പുരോഗതിക്ക് തടസ്സമാണോ, അവൻ്റെ ഭൗതികവും പാരത്രികവുമായ വിജയത്തിന് തടസ്സമാണോ, അങ്ങനെയുള്ള കാര്യങ്ങളെ അല്ലാഹു തആല നമ്മളോട് നിരോധിച്ചിട്ടുമുണ്ട്. ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു കാര്യമാണിത്. ഇസ്ലാമിന് ഒരുപാട് പേര് അതിൻ്റെ തത്വങ്ങളുടെ പേരിൽ ഒരുപാട് പേര് പുകഴ്ത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. വിമർശനങ്ങളും ഉണ്ടാകാം. വികലമായ ചില ചിന്തകളുടെ ആളുകൾ ചിലപ്പോൾ ഇസ്ലാമിനെ വിമർശിക്കുന്നവരുണ്ടാകാം. ഇസ്ലാമിൻ്റെ തുടക്കം മുതലുള്ള ഒരു അവസ്ഥയാണത്. അവർ ചിന്തിക്കുന്നതനുസരിച്ച്, വികലമായ ചിന്ത അനുസരിച്ച് ഇസ്ലാമിനെ അവർക്ക് വികലമായി തോന്നുന്നുണ്ടാകാം. പക്ഷേ ഇസ്ലാമിനെ യഥാർത്ഥത്തിൽ, ദീനിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്ന ആളുകൾ ഇസ്ലാമിനെക്കുറിച്ച് എന്തു പറഞ്ഞു, ഇസ്ലാമിനെക്കുറിച്ച് അവർ പഠിച്ചു മനസ്സിലാക്കിയിട്ട് എന്തു പറഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ദീനിനെ സമ്പൂർണ്ണമാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ അൽഹംദുലില്ലാ ഇവിടെ വിവാഹം നടക്കാൻ പോവുകയാണ്. വിവാഹം ആ സമ്പൂർണ്ണതയുടെ ഒരു ഭാഗമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നമ്മളോട് പറഞ്ഞു: മൻ തസവ്വജ ബിംറഅത്തിൻ ഫഖദ് അഹറസ സുലുസൈ ദീനി വലതഖിലഹ ഫി സുലുസിൽ ബാഖി. ആര് വിവാഹിതനാകുന്നുവോ അവൻ്റെ ജീവിതത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം അവൻ സുരക്ഷിതനാക്കി. ഫലതഖിലഹ ഫി സുലുസിൽ ബാഖി. ബാക്കിയുള്ള മൂന്നിലൊന്നിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് സൂക്ഷ്മതയോടുള്ള ജീവിതം അവൻ നയിച്ചാൽ അവൻ സമ്പൂർണ്ണ ദീനുള്ളവനായിത്തീർന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു. ഓരോരുത്തരും ഉൾക്കൊള്ളുന്ന ദീനിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വ്യക്തിക്ക് പുരോഗതി വരിക, ആ വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുക. ഒരാൾ ഫർദ് നമസ്കാരം മാത്രമേ ഉള്ളൂ, അവൻ അത്ര ദർജയാണുള്ളത്. ഒരാൾ സുന്നത്തും കൂടെ നമസ്കരിക്കുന്നുണ്ട്, അവൻ്റെ ദർജ അതിൻ്റെ അപ്പുറത്താണ്. ഒരാൾ തഹജ്ജുദ് നമസ്കരിക്കുന്നുണ്ട്, അവൻ്റെ ദർജ അതിൻ്റെ അപ്പുറത്താണ്. ഒരാൾ സുന്നത്തായി നോമ്പുകൾ വെക്കുന്നുണ്ട്, അവൻ്റെ ദർജ അതിൻ്റെ അപ്പുറത്താണ്. ഇങ്ങനെ ദീനിൻ്റെ ഓരോ കാര്യങ്ങളും ഓരോ സുന്നത്തുകളും ആര് തൻ്റെ ജീവിതത്തിൽ പകർത്തുന്നോ, ഒരാൾ സുന്നത്ത് തൻ്റെ ജീവിതത്തിൽ പകർത്തിയാൽ അവന് ഉയർന്ന ദർജ, 100 ഷഹീദിൻ്റെ കൂലി ഒക്കെ ഹദീസിൽ വാഗ്ദത്തം ചെയ്യപ്പെടുന്നുണ്ട്. ഒരു സമൂഹത്തിൽ ദീൻ സമ്പൂർണ്ണമാണെങ്കിൽ അത് ഉന്നത സമൂഹമാണ്. ഒരു വ്യക്തിയിൽ ദീൻ സമ്പൂർണ്ണമാണെങ്കിൽ അവൻ സമ്പൂർണ്ണ വ്യക്തിത്വമാണ്. അപ്പോൾ ദീനിൻ്റെ എത്രമാത്രം ഉൾക്കൊള്ളുന്നോ അതനുസരിച്ചാണ് വ്യക്തിത്വത്തിൻ്റെ ഗണനയും അവൻ്റെ സ്ഥാനവും ഇസ്ലാമിൽ കണക്കാക്കപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് സമ്പൂർണ്ണമായി ദീനായിരുന്നു. സഹാബാക്കളിൽ ദീൻ സമ്പൂർണ്ണമായിരുന്നു. അത് ഏറ്റവും ഉന്നതമായ കാലമാണ്. ഖൈറുൽ ഖുറൂനി ഖർനി, എൻ്റെ കാലമാണ് ഏറ്റവും ഉന്നതമായ കാലം.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏറ്റവും ഉന്നതനായ വ്യക്തിയാണ്. കാരണം സമ്പൂർണ്ണമായ ദീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. സഹാബാക്കൾ, ഖുലഫാഉർ റാഷിദീങ്ങൾ ഓരോരുത്തരും എടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പരിശുദ്ധമായ അല്ലാഹു തആല നമുക്ക് സമ്പൂർണ്ണമാക്കി തന്ന ഈ ദീൻ ആര് എത്രമാത്രം ഉൾക്കൊള്ളുന്നുവോ അത്രമാത്രമാണ് അവൻ്റെ പദവി, അത്രമാത്രമാണ് എൻ്റെ സമ്പൂർണ്ണത. ഒരു സമ്പൂർണ്ണ വ്യക്തി സമ്പൂർണ്ണ ദീനുള്ളവനായിരിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ കാര്യം, ഒരാൾ വിവാഹിതനായാൽ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് വിവാഹം. അവൻ ദീനിൻ്റെ 2/3 ഭാഗം അവൻ്റെ കയ്യിൽ ഒതുക്കി കഴിഞ്ഞു, അവൻ സമ്പാദിച്ചു കഴിഞ്ഞു. ഫല്യത്തഖില്ലാഹ ഫിസ്സുലുസിൽ ബാക്കി, ബാക്കിയുള്ള 1/3 അവൻ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചു കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വിവാഹ ജീവിതം ഇസ്ലാമിൻ്റെ വളരെ പരിശുദ്ധമായ ഒരു സങ്കല്പമാണ് വിവാഹ ജീവിതത്തെക്കുറിച്ച് ഇസ്ലാമിനുള്ളത്. വിവാഹം എന്ന് പറയുന്നത്, കുടുംബം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പ്രകൃതിപരമായ ഒരാവശ്യമാണ്, ഒരു തത്വമാണ്, ഒരു രീതിയാണ്. ആദം അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഭാര്യ ഹവ്വ അലൈഹിസ്സലാമും കൂടെ ഉണ്ടായിരുന്നു. അന്ന് മനുഷ്യത്തിൻ്റെ ഭൂമിയിലേക്ക് വരുന്നതിൻ്റെ ആരംഭം മുതലേ വിവാഹ ജീവിതം ഭാര്യ ഭർത്താക്കൾ എന്ന സങ്കല്പത്തിൽ തന്നെയാണുള്ളത്. മനുഷ്യകുലം മുഴുവൻ ജീവിച്ചു വന്നത് അങ്ങനെ തന്നെയാണ്. കാട്ടുജാതിക്കാരും അതുപോലെ ആദിവാസികളായ ആളുകളുടെ ഇടയിൽ പോലും വിവാഹ ജീവിതം, ഭാര്യ ഭർത്തൃ ജീവിതം എന്ന സങ്കല്പം എന്ന രീതി ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യാതൊരു വിദ്യാഭ്യാസവും വിവരമില്ലാത്ത ആളുകളാണ് ആദിവാസികൾ. അവരുടെ ജീവിതത്തിലും കുടുംബജീവിതം എന്ന സങ്കല്പമുണ്ട്. വാസ്തവത്തിൽ ലോകത്തിൻ്റെ ആരംഭം മുതൽ ഇന്ന് വരെ തുറന്നു വരുന്ന ഒരു സുന്ദരമായ ഒരു തത്വമാണ് കുടുംബജീവിതം എന്നുള്ളത്. പ്രകൃതിപരമാണത്. അതിനെ ഇസ്ലാം അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, വിവാഹിതനായവൻ 1/3 ദീനിൻ്റെ 1/3 അവൻ സംരക്ഷിച്ചു കഴിഞ്ഞു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നു. ഇന്നിപ്പോൾ വിവാഹ സങ്കല്പത്തെക്കുറിച്ച് വിരുദ്ധമായ ചിന്തകൾ നമുക്ക് കാണാൻ കഴിയും. സ്വാതന്ത്ര്യം വേണം, ഞാൻ ഇൻഡിപെൻഡൻ്റാണ്, സ്വതന്ത്രനാണ്, അങ്ങനെ ആരുടെയും അടിമയായി എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പെൺകുട്ടിയും, ഇങ്ങനെ ഒരു കെട്ടിയ ബന്ധത്തിൽ ഒരുമിച്ച് നിൽക്കാൻ കഴിയില്ല, നിയന്ത്രിതനായി നിൽക്കാൻ കഴിയില്ലെന്ന് ആൺകുട്ടിയും സങ്കല്പിക്കുന്ന ഒരു കാലത്തേക്കാണ് നമ്മൾ വരുന്നത്. പാശ്ചാത്യ ലോകത്തിൻ്റെ സംസ്കാരം നമ്മുടെ നാട്ടിലേക്കും വന്നു തുടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പണ്ടൊക്കെ പറയുമായിരുന്നു, ഉസ്താദേ എൻ്റെ മോൾക്ക് കല്യാണം ആകണം, ഒന്ന് ദുആ ചെയ്യണം, എൻ്റെ മോന് കല്യാണം ആയിട്ടില്ല, ദുആ ചെയ്യണം എന്നൊക്കെ പറയുമായിരുന്നു. ഇന്നിപ്പോൾ പറയാൻ തുടങ്ങിയിരിക്കുന്നത് എങ്ങനെയാണ്, ഉസ്താദേ മോള് വിവാഹത്തിന് സമ്മതിക്കുന്നില്ല, ദുആ ചെയ്യണം, മോള് വിവാഹത്തിന് സമ്മതിക്കുന്നില്ല, ദുആ ചെയ്യണം എന്ന് പറയുന്നൊരു കാലത്തേക്ക് നമ്മൾ വന്നിരിക്കുന്നു. വാസ്തവത്തിൽ അതിൻ്റെ തിക്തഫലങ്ങൾ ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കൾക്ക് മക്കളുടെ ജീവിതത്തിൽ യാതൊരു നിയന്ത്രണവുമില്ല. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അവൻ എവിടെ വേണമെങ്കിലും പോകാം, ആരുടെ കൂടെ കൂട്ടുകൂടാം, ആരുടെ കൂടെ ജീവിക്കാം, ആരുടെ കൂടെ ഉറങ്ങാം, ആർക്കും ചോദിക്കാൻ അധികാരമില്ല. അഥവാ ഒരു പിതാവ് ചോദിച്ചാൽ ആ മകൻ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്താൽ ഈ പിതാവ് അകത്താവും. ഈ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ബോധമില്ലാതെ ലക്കില്ലാതെ കയറി വന്ന ഒരു ഇന്ത്യൻ കുടുംബത്തിൻ്റെ ഒരു മകൾ, ലക്കില്ലാത്ത മകൾ പാതിരാക്ക് കയറി വരുന്ന വീട്ടിൽ പിതാവ് മോളെ നീ എവിടെ പോയതാണെന്ന് ചോദിച്ചു, വഴക്ക് പറഞ്ഞു. ഉടനെ അവൾ വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്തു. പോലീസ് എത്തി. ആ പിതാവ് നിറയൊഴിച്ച് ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയില്ല, സഹിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വന്നപ്പോൾ സ്വയം നിറയൊഴിച്ച് മരിക്കുന്ന ഒരു പിതാവിൻ്റെ സംഭവം നമ്മൾ പത്രദ്വാര വായിച്ചതാണ്. ലോകത്തിൻ്റെ അവസ്ഥ ഇതാണ്. മറിച്ച് ഇസ്ലാമിൻ്റെ കുടുംബജീവിതം മനുഷ്യന് സമാധാനവും ശാന്തിയും സുസ്ഥിരയും കരുണയും ഒക്കെ പ്രദാനം ചെയ്യുന്നതാണ്. ഒമിൻ ആയാത്തിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് അൻ ഖലഖലക്കും മിൻ അൻഫുസിക്കും അസ്വാജ, നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണയെ അള്ളാഹു താല സൃഷ്ടിച്ചു തന്നു എന്നത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. വിവാഹ ജീവിതത്തിൻ്റെ വരഭാഗങ്ങളെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയാൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹു താല വിവാഹ ജീവിതത്തെ എടുത്തു പറയുന്നുണ്ട്. മിൻ അൻഫുസിക്കും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ, വിവാഹത്തിൻ്റെ ഒന്നാമത്തെ പ്രയോജനം മനസ്സിൻ്റെ സമാധാനം. ഭാര്യ ഭർത്താക്കൾ കൂടിച്ചേരുമ്പോൾ ലിതസ്കുനു ഇലൈഹ, മനസ്സിന് ശാന്തി, ജീവിതത്തിന് സ്വസ്ഥത, മനസ്സിന് സമാധാനം. ലിതസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദത വറഹ്മ,
നിങ്ങൾക്കിടയിൽ അല്ലാഹു തആല സ്നേഹത്തെയും കാരുണ്യത്തെയും വിവാഹത്തിലൂടെ ഇട്ടു തന്നു. വിവാഹിതരാകുന്ന ഒരു പരിചയമില്ലാത്ത ഒരു യുവതിയും ഒരു യുവാവും വിവാഹ ജീവിതത്തിലൂടെ ഒരൊറ്റ രാത്രി കൊണ്ട് അഭേദ്യമായ ബന്ധത്തിലേക്ക് വരുന്നു എന്ന അത്ഭുതമായ പ്രതിഭാസം അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു നൽകിയതാണ് സ്നേഹം, വറഹ്മ പരസ്പര കാരുണ്യവും. ഒരു കുടുംബജീവിതത്തിന് ആവശ്യമുള്ള പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ: സമാധാനം, പരസ്പര കാരുണ്യം, പരസ്പരം സ്നേഹം. ഇത് മനുഷ്യബന്ധങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ സ്നേഹത്തോടെയും കരുണയോടെയും ജീവിക്കുന്ന, സമൂഹത്തിന് നല്ല സന്ദേശം നൽകുന്ന, മക്കൾക്ക് മാതൃകയായി മാറുന്ന ഒരു മാതാപിതാക്കളെക്കുറിച്ചാണ്, അത്തരത്തിലുള്ള കുടുംബജീവിതത്തെ കുറിച്ചാണ് ഇസ്ലാമിൻ്റെ സങ്കല്പം. അതാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്നത് കുടുംബം എന്ന നിർദ്ദേശത്തിലൂടെ. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കുടുംബജീവിതത്തെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലൊരു സമ്പൂർണ്ണമായ ജീവിതമാണ് വിവാഹ ജീവിതത്തിലൂടെ ഒരു വ്യക്തിക്ക് കൈവരുന്നത്. അങ്ങേയറ്റം സ്നേഹത്തോടും കരുണയോടും മമതയോടും പരസ്പര യോജിപ്പോടും കൂടിയുള്ള ഒരു കുടുംബജീവിതം അങ്ങേയറ്റം സുന്ദരമായിരിക്കും. അത്തരത്തിലുള്ള കുടുംബജീവിതമാണ് ഇസ്ലാമിൻ്റേത്. പാശ്ചാത്യ സംസ്കാരം വാസ്തവത്തിൽ വലിച്ചു കൊണ്ടുവരുന്നത് സമാധാനമില്ലാത്ത ഒരു തലമുറയിലേക്കാണ് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറിച്ച് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് പൂർണ്ണമായ സംരക്ഷണം കൊടുക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും ഉന്നതരായവർ, നിങ്ങൾ സമ്പൂർണ്ണരായവർ തൻ്റെ ഭാര്യമാരോട് നല്ലപോലെ പെരുമാറുന്നവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തങ്ങൾ പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്ന ആളാണ് ഞാൻ. അതുപോലെ നിങ്ങളെല്ലാം നിങ്ങളുടെ ഭാര്യമാരോട് നല്ലപോലെ പെരുമാറണം. നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ സംരക്ഷണയിലാണ്, നിങ്ങളുടെ കരുണയിലാണ്. നിങ്ങൾക്കുള്ള അവകാശങ്ങൾ പോലെ അവർക്കും അവകാശങ്ങളുണ്ട്. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, അത് പൂർണ്ണമാക്കുമ്പോഴാണ് കുടുംബജീവിതം യാഥാർത്ഥ്യമാകുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിൻ്റെ കുടുംബ സങ്കല്പത്തിൻ്റെ ഒരു ഉദാഹരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. റഹിമല്ലാഹു ഇംറഅൻ, ഒരു മനുഷ്യനെ, റഹിമല്ലാഹു റജുലൻ, അല്ലാഹു തആല ഒരു മനുഷ്യനെ അനുഗ്രഹിക്കട്ടെ. ഖാമ മിനൽ ലൈൽ, രാത്രി തഹജ്ജുദ് നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റു. ഫസല്ല, എന്നിട്ട് നമസ്കരിച്ചു. വഅയ്കല ഇംറഅതഹു, ഭാര്യയെ തഹജ്ജുദ് നമസ്കരിക്കാൻ വേണ്ടി പതിയെ വിളിച്ചുണർത്തി. ഫൈൻ അബത്, ഉറക്കത്തിൻ്റെ ചടവിൻ്റെ പേരിൽ, ഉറക്കത്തിൻ്റെ ഗാഠമായ ഉറക്കത്തിൻ്റെ പേരിൽ അവൾ ഉടനെ എഴുന്നേക്കാൻ വിസമ്മതിച്ചാൽ നലഹ ഫീ ഉജ്ഹിഹിൽ മാ, അല്പം വെള്ളമെടുത്ത് അവളുടെ മുഖത്ത് കുടഞ്ഞ് അവളെ തഹജ്ജുദ് നമസ്കാരത്തിന് വേണ്ടി എഴുന്നേൽപ്പിക്കണം. റഹിമല്ലാഹു ഇംറഅതൻ, ഒരു പെണ്ണിനെ അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ഖാമത്ത് മിനൽ ലൈൽ, തഹജ്ജുദ് നമസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റു. ഫസല്ലത്ത്, അവൾ തഹജ്ജുദ് നമസ്കരിച്ചു. വഅയ്കല സൗജഹു, ഭർത്താവിനെ വിളിച്ചുണർത്തി. ഫൈൻ അബ, ഭർത്താവ് ഉറക്കത്തിൻ്റെ ആധിക്യത്തിൻ്റെ പേരിൽ, ഗാഠമായ നിദ്രയുടെ പേരിൽ എഴുന്നേൽക്കാൻ അല്പം വിസമ്മതിച്ചാൽ നല്ലഹാത് ഫീ ഉജ്ഹിൽ മാ, ഭർത്താവിൻ്റെ മുഖത്ത് അല്പം വെള്ളം തളിച്ച് ഭർത്താവിനെ എഴുന്നേൽപ്പിച്ചു. രണ്ടുപേരും നിന്ന് അള്ളാഹുവിൻ്റെ സ്മൃതിയിൽ, അള്ളാഹുവിൻ്റെ സ്മരണയിൽ തഹജ്ജുദ് നമസ്കാരത്തിൽ മുഴുകുന്ന കുടുംബം അല്ലാഹുവിന്റെ കരുണയ്ക്ക് അർഹമാകട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന കുടുംബം. ഭാര്യയ്ക്കും അധികാരമുണ്ട് ഭർത്താവിൻ്റെ മുഖത്ത് വെള്ളം തളിക്കാൻ, ഭർത്താവിനെ വിളിച്ചുവിടാൻ, അത്ര കാരുണ്യത്തോട് പെരുമാറാൻ, അത്ര സ്നേഹത്തോട് പെരുമാറാൻ, അല്ലെങ്കിൽ അധികാരത്തോട് പെരുമാറാൻ. ഇതാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന കുടുംബം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഗ്ലിബുൽ കരീമ വയഗ്ലിബുഹുന്ന ലഈം, മാന്യനായ ഭർത്താവ് ആരാണെന്ന് അറിയാമോ? ഭാര്യയ്ക്ക് അർഹമായ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുന്നവനാണ്. ഭാര്യ അഭിപ്രായം പറയുമ്പോൾ ഞാൻ തീരുമാനിച്ചോളാം, നീ അഭിപ്രായം ഒന്നും പറയണ്ട, അതിവിടെ തീരുമാനിച്ചോളാം എന്തല്ല. ഭാര്യയ്ക്ക് ഈ കുടുംബത്തിന്റെ വിഷയത്തിലും നാനുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അഭിപ്രായം പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. യഗ്ലിബുൽ കരീമ, മാന്യനായ ഒരു ഭർത്താവാണെങ്കിൽ അയാളെക്കുള്ള ആലിബായി അഭിപ്രായ സ്വാതന്ത്ര്യം, അഭിപ്രായം പറയാനും കാര്യങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകാനും ഒരു ഭാര്യയ്ക്ക് അവകാശമുണ്ടാവും. അവരെ അടിച്ച് ഒതുക്കി നിർബന്ധിച്ച് തൻ്റെ ശാഠ്യത്തിന് കീഴിൽ വെച്ച് നിയന്ത്രിച്ച് ശക്തമായ നിയന്ത്രണത്തിൽ നിർത്തുന്നവൻ സംസ്കാരശൂന്യനാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വാസ്തവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഹിബ്ബു അൻ അകൂന കരീമൻ മഗ്ലൂബ,
എൻ്റെ ഭാര്യ ഖാലിബാകുകയും എൻ്റെ ഭാര്യ എന്നോട് നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും അത്തരത്തിലൊരു മാന്യനാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ലൗലാ ഉഹിബ്ബു, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അയ്യക്കൂന ലഈമൻ ഖാലിബ, ഭർത്താവ് ഖാലിബായ എൻ്റെ നിർദ്ദേശങ്ങൾ ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്ന് പറയുന്ന ഒരു ഭർത്താവായി, ഒരു സംസ്കാരശൂന്യനാകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെയാണ് ഇസ്ലാമിൻ്റെ സുന്ദരമായ കുടുംബ വിഭാവന. ഇതാണ് ഇസ്ലാമിൻ്റെ കുടുംബം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉന്നതമായ ആ കുടുംബത്തിൻ്റെ മാതൃക നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതാണ് ഭർത്താവിൻ്റെ മാതൃക. നബി തങ്ങളുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ് നമ്മുടെ ഭാര്യമാരുടെ മാതൃക. ഇന്നിപ്പോൾ വിവാഹം സുന്നത്തിൽ നിന്ന് മാറി വിവാഹത്തിൻ്റെ വേദികൾ ആഘോഷങ്ങൾ വിട്ട് ആഹ്ലാദങ്ങളായി ആഭാസങ്ങളായിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്താണ് കല്യാണങ്ങൾ എന്ന് പറയേണ്ടതില്ല, കല്യാണ വേദികൾ എന്താണെന്ന് പറയേണ്ടതില്ല. അടുത്ത കാലത്ത് ഒരാൾ ഒരു ഓഡിറ്റോറിയത്തെക്കുറിച്ച്, പള്ളിയുടെ ഓഡിറ്റോറിയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇപ്പം നമ്മുടെ ഓഡിറ്റോറിയത്തിൽ മിക്കവാറും ബുക്കിംഗ് ഒക്കെ കുറവാണ്. ഞാൻ ചോദിച്ചത് എന്താ കാരണം? ഇതാണ്, പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് നിയന്ത്രണമുണ്ട്. ഈ നിയന്ത്രണമൊന്നുമില്ലാതെ നടത്താൻ പള്ളിയുടെ കമ്മിറ്റിക്കാർ പോലും ഈ നിയന്ത്രണങ്ങളില്ലാത്ത ഓഡിറ്റോറിയങ്ങൾ തിരഞ്ഞെടുക്കുകയാണ്. അതുകൊണ്ട് പള്ളിയുടെ വരുമാനത്തിൽ ഒരുപാട് താഴോട്ട് പോയിരിക്കുന്നു എന്നൊരു സഹോദരൻ പറഞ്ഞ് കേൾക്കേണ്ടി വന്നു. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എന്താണ് വിവാഹവേദിയിൽ നടക്കുന്നതെന്നും ഞാനിപ്പോൾ നിങ്ങളോട് പറയേണ്ടതില്ല. എന്താണ് ആഘോഷങ്ങൾ എന്ത് നടക്കുന്നതെന്നും പറയേണ്ടതില്ല. അത് ആഭാസങ്ങളായി മാറുകയും തെറ്റിലേക്കും പാപങ്ങളിലേക്കും പോകുന്ന ഒരവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. അൽഹംദുലില്ലാ, വാസ്തവത്തിൽ ദീനിയായ നമ്മുടെ വിവാഹങ്ങൾ ദീനിയാകണം, നമ്മുടെ എല്ലാം ദീനിയാകണം. ഉസ്താദ് ദുആ ചെയ്യും, പടച്ചോനെ ഈ ഭാര്യയെയും ഈ ഭർത്താവിനെയും നീ നബിതങ്ങളുടെ പോലെയും നബിതങ്ങളുടെ ഭാര്യമാരെ പോലെയും ഒരുമിച്ച് കൂട്ടണേ, ജമാ ബൈനഹുമാ എന്നൊക്കെ പറഞ്ഞ് ഉസ്താദ് ദുആ ചെയ്യും. പക്ഷേ ഉസ്താദ് ദുആ കഴിഞ്ഞ് പോയാൽ നടക്കുന്നത് ആഭാസത്തരങ്ങളാണ്. വാസ്തവത്തിൽ സുന്ദരമായ വിവാഹത്തിൻ്റെ സുദിനങ്ങളിലേക്ക് കാലുവെക്കുന്ന, കുടുംബത്തിലേക്ക് കാലുവെക്കുന്ന ഈ ഭാര്യയും ഭർത്താവും ഈ നവമിഥുനങ്ങൾ ഹറാം തെറ്റും ചെയ്തിട്ടാണ് കുടുംബജീവിതം തുടങ്ങുന്നത് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് പോലെ അവരുടെ കുടുംബജീവിതത്തിൻ്റെ ഒരു തുടക്കവും സുന്ദരമായിരിക്കണം. അല്ലാഹു തആല നമുക്ക് അമൽ ചെയ്യാനുള്ള തൗഫീഖ് തരുമാറാകട്ടെ.